ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിസ് വേൾഡ്. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, കോക്കനട്ട് പുഡിങ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2.5 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമായുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഒരു ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും ഇളം ചൂടുള്ള പാലും ഒഴിച്ചു കൊടുക്കുക. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ ഇതൊഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ നന്നായി ബ്ലൂമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്, സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള മധുരം ചേർക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 3-4 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. Thanks for watching.